അറബികൾക്കൊപ്പമാണ് ജീവിതം. വായനയുടെയും രചനയുടെയും ലോകത്താണ് സദാസമയം. അറബ് ദൈക്ഷണിക ലോകത്ത് മറ്റൊരാൾക്കും എത്തിപ്പെടാൻ പറ്റാത്ത ഉയരത്തിലാണ് നിൽപ്പ്. കേരളം അറബ് ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ ആ വ്യക്തിത്വത്തെക്കുറിച്ചാണ് വീക്കെൻഡ് അറേബ്യയിൽ ഇനി. കേരളത്തിൽ ജനിച്ചു വളർന്ന് അറബ് ലോകത്തിന്റെ വിജ്ഞാന വീഥിയിൽ വിസ്മയമായ ഒരു മലയാളിയുണ്ടിവിടെ. ഈ മേഖലയിലുള്ള മലയാളികൾക്ക് പോലും അത്ര സുപരിചിതനാവില്ലെങ്കിലും ഇസ്ലാമിക പണ്ഡിത ലോകത്ത് ഇദ്ദേഹത്തെ അറിയാത്തവരായി ആരും കാണില്ല. ഒരു മലബാരിയാണെന്ന് തോന്നുക പോലും ചെയ്യാത്ത വിധം അറബി ഭാഷയെ പുണർന്ന ആ അനറബിയാണ് ദക്തൂർ ഹംസ. അറിവിനോടുള്ള അതിയായ ദാഹവും വിനയവും ചെറുപ്പം മുതൽ തന്നെ ഹംസയുടെ ജീവിതത്തിൽ ഒരു പണ്ഡിതന്റെ ലക്ഷണം പ്രകടമാക്കിയിരുന്നു. അനാഥത്വത്തിന്റെ ഉൾക്കിടലം അറിവ് തേടിയുള്ള പ്രയാണത്തിൽ ഹംസയെ തളർത്തിയില്ല. പള്ളി ദർസുകളിലെ പ്രാഥമിക വിദ്യാഭ്യാസത്തിനു ശേഷം ബാഖിയാത്തു സ്വാലിഹാത്തിലായിരുന്നു പഠനം. അവിടുന്ന് MA പഠനം പൂർത്തിയാക്കിയതോടെ നാടുവിടാനുള്ള പ്രേരണ മനസ്സ് പിടിവിടാതെ തുടർന്നു. അങ്ങനെ ഇന്ത്യൻ സർക്കാരിന് കീഴിലുള്ള ഒരു സംവിധാനം മുഖേന ഇതിനുള്ള സാധ്യത തുറന്നു കിട്ടിയപ്പോൾ സ്വന്തം ചിലവിൽ തന്നെ സാഹസികമായി ഈജിപ്തിലേക്ക് യാത്ര തിരിച്ചു. പ്രഭാതത്തിൽ കൂടുവിട്ടിറങ്ങുന്ന പക്ഷിയെപ്പോലെ അറിവിന്റെ കേദാരഭൂമിയിലേക്ക് ചുവടുവച്ച ഹംസയുടെ ജീവിതം പിന്നീട് പൂർണ്ണമായും പരിവർത്തിക്കപ്പെടുകയായിരുന്നു. അൽ-ഹസർ സർവകലാശാലയിലെ 4 വർഷത്തെ പഠനത്തോടെ വിജ്ഞാനത്തോടുള്ള കൗതുകം വീണ്ടും വർദ്ധിച്ചു. മനുഷ്യന് അഭിവൃദ്ധി ഉണ്ടാക്കുക, മനുഷ്യന് വികസനം ഉണ്ടാക്കുക, ബുദ്ധിക്ക് വികസനം ഉണ്ടാക്കുക, പുരോഗമന പരിപാടികൾ, അതിനൊക്കെ ഒരു പ്രോത്സാഹനം നൽകുന്ന ഒരു ചുറ്റുപാടായിരുന്നില്ല. ഇത്രത്തോളം എന്ന് പറഞ്ഞാൽ ഞാൻ അൽ-അസ്ഹർ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മളെ നിരുത്സാഹപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സമീപന രീതിയായിരുന്നു ചില വിഭാഗങ്ങൾക്കുണ്ടായിരുന്നത്. ഇത്രത്തോളം പറഞ്ഞാൽ അൽ-അസ്ഹർ യൂണിവേഴ്സിറ്റി തരം താഴ്ത്തിയിട്ട് സംസാരിച്ചതൊക്കെ ഇപ്പോൾ ഞാൻ ഓർക്കുകയാണ്. അപ്പോൾ അതിന് നിരുത്സാഹപ്പെടുത്താൻ വേണ്ടിയിട്ട് അപ്പം അപ്പോൾ ഈ ഒരു ചുറ്റുപാടിൽ നമുക്ക് വളരാൻ കഴിയില്ല എന്നുള്ളത് അതിൻ്റെ ശേഷമാണ് എന്ത് ത്യാഗം സഹിച്ചിരുന്നാലും പുറത്തുപോയി പഠിക്കാൻ വേണം. അപ്പോൾ അങ്ങനെയാണ് ആ ശ്രമങ്ങളിൽ വളരെ സാഹസപ്പെട്ടുകൊണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചിരുന്നത്. പിന്നീട് സൗദിയിലെ ഉമ്മുൽ ഖുറ സർവകലാശാലയിലെ ഗവേഷണത്തിന് ശേഷം ഡോക്ടറേറ്റ് ലഭിക്കുകയും ചുരുങ്ങിയ കാലയളവിൽ അവിടെ അധ്യാപനം നടത്തുകയും ചെയ്തു. അൾജീരിയയിലെ കോൺസ്റ്റന്റൈൻ ഇസ്ലാമിക സർവകലാശാല, ജോർദാൻ ഇസ്ലാമിക സർവകലാശാല എന്നിവിടങ്ങളിലും സേവനമനുഷ്ഠിച്ച ഈ പണ്ഡിതൻ ഇപ്പോൾ ദുബൈയിലെ ഇസ്ലാമിക് സ്റ്റഡീസ് ആൻഡ് അറബിക് കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറായും അന്താരാഷ്ട്ര പ്രൊഫറ്റിക് ഹദീസ് സിംബോസിയം സെക്രട്ടറി ജനറലുമായിട്ടാണ് സേവനം ചെയ്യുന്നത്. പ്രവാചകന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഹദീസ് വിഷയത്തിൽ സ്പെഷ്യലൈസ് ചെയ്യുമ്പോഴും വിവിധ വിഷയങ്ങളിലെ ഇദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ ഏറെ ശ്രദ്ധേയമാണ്. അറബ് ലോകത്തു നിന്നുള്ള പണ്ഡിതന്മാർ പോലും ഇദ്ദേഹത്തിന്റെ ചില കാഴ്ചപ്പാടുകൾക്ക് മറുപടിയായി 100ഓളം പേജുള്ള പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഒരു വിഷയത്തെക്കുറിച്ചുള്ള ലഭ്യമായ പുസ്തകങ്ങൾ മുഴുവനും പഠിച്ച ശേഷം മാത്രമേ ഒരു താരതമ്യത്തിന് പോലും മുതിരുകയുള്ളൂ എന്നത് ഇദ്ദേഹത്തിന്റെ പണ്ഡിത ഗുണങ്ങളിൽ പെട്ടതാണ്. പുതുതലമുറയുടെ അറിവിന്റെയും പഠനരീതിയുടെയും വിഷയത്തിൽ കാര്യമായ ആശങ്കയുള്ള ഇദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ശ്രമവും ലക്ഷ്യവും പുതിയ തലമുറയെ ഫലപ്രദമായ വായനയുടെയും തിരിച്ചറിവിന്റെയും രീതിശാസ്ത്രം ബോധ്യപ്പെടുത്തുക എന്നതാണ്. ഇപ്പോഴത്തെ യുവാക്കൾ അല്ലെങ്കിൽ ഭാവിയിൽ വരുന്ന കുട്ടികൾ, യുവാക്കൾ അവരൊക്കെ നേരായിട്ട് മനസ്സിലാക്കാനുള്ള ഒരു കഴിവുണ്ടായി കൊടുക്കുക. അതിനുള്ള ഒരു ചുറ്റുപാട് നമ്മുടെ ഈ ഗ്രന്ഥങ്ങളിലൂടെ ഉണ്ടാക്കുക. എങ്ങനെ വായിക്കണം, എങ്ങനെ മനസ്സിലാക്കണം, അത് മനസ്സിലാക്കിയത് മറ്റുള്ളവർക്ക് എങ്ങനെ എത്തിച്ചു കൊടുക്കണം, അതിനുള്ള പെരുമാറ്റ സ്വഭാവങ്ങൾ, എത്ര ചീത്ത പറഞ്ഞ ആളായിരുന്നാലും പ്രകോപനം ഉണ്ടാക്കുന്ന രൂപത്തിലുള്ള സമീപനമുള്ള ആളുകളായിരുന്നാലും അവരുമായിട്ട് എങ്ങനെ സമീപിച്ച് ഈ ഉദ്ദേശം എത്തിച്ചു കൊടുക്കാൻ കഴിയണം. ഇങ്ങനെയുള്ള ഒരു അക്കാദമിക്കൽ ലെവലിലായിട്ട് ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ക്ലാസ് നടത്തുമ്പോൾ നമ്മളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ ഇതാണ്. എങ്ങനെ വായിക്കണം, എങ്ങനെ മനസ്സിലാക്കണം, ആ മനസ്സിലാക്കിയത് അഹങ്കാരം ഇല്ലാത്ത രൂപത്തിൽ തന്നെ മറ്റുള്ളവർക്ക് എങ്ങനെ മനസ്സിലാക്കി കൊടുക്കണം എന്നുള്ള ആ ഒരു മേഖലയിലേക്ക് എത്തിക്കുക. ഇതാണ് എൻ്റെ ഒരു പ്രധാനമായിട്ടുള്ള ജീവിതത്തിലുള്ള ലക്ഷ്യമായിട്ടുള്ളത്. ലോകത്തെ പ്രമുഖ പണ്ഡിതർ പങ്കെടുക്കുന്ന ബഹുസ്വര സമൂഹത്തിലെ മുസ്ലിം വ്യക്തിത്വവും
വ്യക്തിത്വ വികാസത്തെക്കുറിച്ചുള്ള പ്രവാചക പാഠങ്ങളെ സംബന്ധിച്ച സിംബോസിയത്തിന്റെ ഉത്തരവാദിത്വവുമുള്ള ഇദ്ദേഹം അതിനുള്ള തയ്യാറെടുപ്പിലാണിപ്പോഴുള്ളത്. ആയിരക്കണക്കിന് ശിഷ്യഗണങ്ങളുള്ള ഇദ്ദേഹത്തിന് നാടുമായുള്ള ബന്ധം വളരെ കുറവാണെന്നതാണ് വസ്തുത. കേരളത്തിലെ വിവിധ മുസ്ലിം സംഘടനകൾ തമ്മിലുള്ള അനാവശ്യ തർക്കവും അനൈക്യവുമാണ് ചെറുപ്പം നാൾ മുതൽ തന്നെ ദക്തൂർ ഹംസയെ വേദനിപ്പിച്ചത്. പൊതുവായ വിഷയങ്ങളിൽ പോലും കേരളത്തിലെ മുസ്ലിം സംഘടനകളുടെ നിലപാടുകൾ ഇസ്ലാമിനെക്കുറിച്ച് വികലമായ ചിത്രം നൽകുന്നതാണെന്നും ചില താൽപര്യങ്ങളുടെ പുറത്ത് അനാവശ്യ തർക്കങ്ങളിലേർപ്പെടുന്ന മുസ്ലിം സംഘടനകളുടെ രീതിയും ഏറെ വേദനയോടെയാണ് ഈ പണ്ഡിതൻ നോക്കിക്കാണുന്നത്. സാമൂഹ്യ രംഗത്ത് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു കുറ്റമാണ് ഐക്യത്തിനെ തകർക്കുന്ന രൂപത്തിലുള്ള പെരുമാറ്റ സ്വഭാവങ്ങൾ. അതുണ്ടാവുന്നത് ഈ സ്വാർത്ഥ താല്പര്യങ്ങളുണ്ടാവും. ഒന്നിരിക്കൽ വ്യക്തി സ്വാർത്ഥ താല്പര്യം, അല്ലെങ്കിൽ പാർട്ടി വ്യക്തി താല്പര്യങ്ങൾ. എല്ലാവരും മനുഷ്യനാണ്. എല്ലാവരും ചിന്തിക്കുന്നതിൽ പാഴപ്പിഴകൾ സംഭവിക്കാം, മനസ്സിലാക്കലും സംഭവിക്കാം. അതൊക്കെ സാധാരണയാണ്. പക്ഷെ അതിൻ്റെ പേര് ചൊല്ലിയിട്ട് നമ്മൾ ഭിന്നിക്കുക, അത് വലിയൊരു ദോഷമാണ് സാമൂഹ്യ രംഗത്തിൽ ചെയ്യുന്നത്. ലോക പുരോഗതിക്ക് കാര്യമായ സംഭാവനയർപ്പിച്ച ഇസ്ലാമിൽ നിന്ന് പുതിയ തലമുറയുടെ പുരോഗമനപരമായ മുന്നേറ്റത്തിലൂടെ കാര്യമായ സംഭാവനകൾ ഇനിയും ഉണ്ടാവുമെന്നും ഇദ്ദേഹം സ്വപ്നം കാണുന്നു. കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് പട്ടുവത്തു നിന്നുള്ള ഇദ്ദേഹം കുടുംബത്തോടൊപ്പം തന്നെയാണ് ദുബൈയിൽ താമസിക്കുന്നത്. എല്ലാ വിഷയത്തിലും സ്വന്തമായി കാഴ്ചപ്പാടുള്ള ഇദ്ദേഹത്തിലെ വിനയവും ലാളിത്യവും പണ്ഡിതോചിത സംസാരവും മഹാപാണ്ഡിത്യത്തെ തന്നെയാണ് വിളിച്ചോതുന്നതും.